മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും കഴിഞ്ഞ 4 വർഷത്തിനിടെ 10.43 കോടി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പേരുകൾ ഒഴിവാക്കിയ നടപടിയെ ലോക്സഭയിൽ ചോദ്യം ചെയ്ത് കെ.സി. വേണുഗോപാൽ എം.പി. തൊഴിലാളികളുടെ പേര് ഒഴിവാക്കുന്ന നടപടി കൂടുമ്പോൾ ബജറ്റ് വിഹിതം കൂടുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. Scheme is initiated on 2006. Now 18 years are over. After 18 years, our entire budget outlay has been increased several times. Then you are telling every day we are increasing 5,000, 6,000. Here I have a statistics. It is shocking that, sir, in the last 4 years, names of 10.43 crore Manrega workers across India have been deleted, sir. 10.43 crore workers. Then in 21-22, 1.49 crore workers were deleted, which surged to 5.53 crore in 22-23, resulting in net by 247% increase in deletion, sir. Not increase in deletion, sir. Sir, I have a specific question. In surge of deletion 22-23 coincided with the period when the union government has issued several circulars making Aadhaar-based payment system mandatory in Manrega. My question to the minister, whether the ministry has gone through this issue, whether you have find out that the Aadhaar-linked direction and circular has affected the deletion of the workers. 2022-23 വർഷത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ആധാർ അടിസ്ഥാനത്തിൽ വേതനം നൽകാൻ തീരുമാനിച്ചതും നിർബന്ധമാക്കിയതും. ഇതേ വർഷമാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികളുടെ പേര് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയത്. 2021-22 വർഷത്തിൽ 1.49 കോടി പേരെയാണ് ഒഴിവാക്കിയതെങ്കിൽ 2022-23 വർഷത്തിൽ 5.53 കോടി പേരെയാണ് ഒഴിവാക്കിയത്. ഈ പ്രശ്നം തൊഴിൽ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് തൊഴിൽ വകുപ്പ് മന്ത്രിയോട് കെ.സി. വേണുഗോപാൽ ചോദിച്ചു. ആധാർ ലിങ്ക് ചെയ്യാനുള്ള ഉത്തരവാണോ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഇത്രയധികം തൊഴിലാളികളെ ഒഴിവാക്കപ്പെടാനുണ്ടായ കാരണമെന്നും അദ്ദേഹം ആരാഞ്ഞു. UPA സർക്കാരിന്റെ കാലത്തെ അഴിമതിയുടെ സ്മാരകമാണ് തൊഴിലുറപ്പ് പദ്ധതിയെന്ന് രാജ്യസഭയിൽ പ്രസംഗിച്ച പ്രധാനമന്ത്രി ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ അഭിമാനം കൊള്ളുകയാണെന്നും കെ.സി. വേണുഗോപാൽ വിമർശിച്ചു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അവതരിപ്പിച്ചത് 2006-ലാണ്. 18 വർഷം കൊണ്ട് മൊത്തം ബജറ്റ് തുക പല മടങ്ങ് വർദ്ധിച്ചിട്ടും കേന്ദ്രം തൊഴിലുറപ്പ് പദ്ധതിക്കായി ചെലവഴിക്കുന്ന തുകയിൽ നാമമാത്രമായ വർധനവാണ് വന്നിട്ടുള്ളത്. തൊഴിലാളികൾക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു.